എന്താണ് വക്കീലെ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് എങ്ങനെയാണ് KB ഗണേഷ് കുമാറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്? കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈ ചോദ്യത്തിന് നമ്മുടെ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകി. നിർത്തുവോ? മനസ്സമാധാനം തരുവോ? നിർത്തൂലടാ, അമ്മാര് ഷോയിലെ കുറച്ചാളായിട്ട് നീ അവിടെ കിടന്ന് കാണിച്ചു കിട്ടിയത് എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. എന്താണ് ആ മറുപടി? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദായാലും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഞാൻ വാഹനം ഓടിക്കുമെന്ന്. വലിയ ഉള്ളിയാ, ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. ഇന്ത്യയിലെ അകത്തും പുറത്തും ലോകത്തെമ്പാടും ഓടിക്കാനുള്ള ഗൾഫിലെ ലൈസൻസ് എന്തെങ്കിലും അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്നത്. ആ ലൈസൻസ് വെച്ച് ഞാൻ ഓടിക്കും. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് റദ്ദാക്കി അയാൾ ഓടിക്കത്തില്ലെന്ന് വിചാരിക്കരുത്. ഡീസന്റ് മാനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരാ ഞങ്ങൾ അയ്യാക്കണ്ടേ. ബാലകൃഷ്ണ, പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി. ഞാൻ ഓടിക്കും. എനിക്ക് ഗൾഫിലെ ലൈസൻസ് അതിന്റെ വാലിഡ് ആണ്. എനിക്ക് ഗൾഫിൽ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇത് വെച്ച് ഞാനൊരു പണി പണിയും മക്കളെ. ഈ പണി പാളും മക്കളെ. ശരിക്കും ഗൾഫിലെ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ വാഹനം ഓടിക്കാൻ കഴിയുമോ? ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. എന്റെ മൂപ്പിലെ എനിക്ക് പറ്റിയൊരു അബദ്ധം ശത്രുക്കൾക്ക് പോലും പറ്റില്ലെന്ന് എനിക്കിപ്പോ. കഴിയില്ല എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് നേടിയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആണ്. പറ്റി, അബദ്ധം പറ്റി, ശരിക്കും എനിക്ക് അബദ്ധം പറ്റി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. ഇതൊരു നടക്ക് പോണ കേസല്ല.